എല്ലാവർക്കും റോസ്റ്റ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമയാണ്. ഏത് തരം അഗ്ലോണിമ ആയിക്കോട്ടെ, നല്ല ഫ്രഷായും നല്ല ഹെൽത്തി ആയി കിട്ടാനുള്ള ഒരു പോട്ടി മിക്സാണ് ഇന്ന് ഒരുക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു അഗ്ലോണിമയുടെ തൈ കിട്ടിയാൽ അത് എത്ര പ്ലാന്റാക്കി മാറ്റാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത്രമാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. പലതരം വെറൈറ്റി കളേഴ്സുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം ചെറിയ വെയിൽ കൊണ്ടാലാണ് ഇതിന് നല്ല കളർ കിട്ടുകയുള്ളൂ. നമുക്ക് നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കിട്ടിയാൽ അത് നല്ല രീതിയിൽ വളർത്തി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വളർത്തിയെടുത്താലാണ് അത് നല്ലവണ്ണം വളർന്നു വരികയുള്ളൂ. ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് 3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. അതുപോലെ ചട്ടിയുടെ അടിയിൽ കരിയില ഇട്ട് കൊടുക്കുന്നത് വേര് സുഗമമായിട്ട് പോവാൻ വളരെ നല്ലതാണ്. ചെടിക്ക് ഒരു തണുപ്പ് കിട്ടാനും നല്ലതാണ്. പിന്നെ ചെടിയുടെ ഒരു ഫ്ലവേഴ്സ് ചെടി പൂത്ത് വരുമ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാകത്തുള്ളൂ. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. അഗ്ലോണിമ ചെടിയുടെ ഇലകൾ നല്ലവണ്ണം നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിച്ചുകൊണ്ട് നടന്നാൽ ഇതിൻ്റെ ഇല നല്ല പോളിഷ് ചെയ്ത പോലെ ഇരിക്കും. ഇല നമ്മൾ പതുക്കെ ഒന്ന് തുടച്ചുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാൻ. ഇലച്ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാണ് അഗ്ലോണിമ. പച്ച കളറും അതുപോലെ ലൈറ്റ് യെല്ലോ കളറ്, ഒരു വൈറ്റ് കളറ് എല്ലാം കൂടി കലർന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ വേറൊരു ചെടിയാണിത്. ഇത് വേറൊരു കളറാണ്. എൻ്റെ കയ്യിലുള്ള വേറൊരു അഗ്ലോണിമ പ്ലാന്റാണിത്. ഞാനൊരു കൂട്ടിൽ നട്ട ചെടിയാണിത്. ഇതിനകത്തു നിന്ന് ഒത്തിരി തൈകളുണ്ടായിട്ടുണ്ട്. ഇത് മുറിച്ചെടുത്ത് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാം. 2 കൂട്ടിൽ ഞാൻ നട്ടിരുന്നു. അതുപോലെ വേറൊരു തൈയാണിത്. നമുക്ക് ചട്ടിയില്ലെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് കൂട്ടിലെ ഗ്രോ ബാഗിലൊക്കെ ചെടികൾ നടാവുന്നതാണ്. അഗ്ലോണിമ ചെടികളിൽ ഏറ്റവും ഭംഗി റെഡ് കളറുള്ള അഗ്ലോണിമയാണ്. അത്രേ ഉള്ളൂ. ഇത് അഗ്ലോണിമ പ്ലാന്റ് നടാൻ എൻ്റെ കയ്യിൽ ഒരു തൈ ഉണ്ടായിരുന്നു. ഞാനിതൊരു കമ്പ് നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്ലാസ്സിലേക്ക് നട്ടുപിടിപ്പിച്ചത്. ഇതാണ് നമ്മൾ ചട്ടിയിൽ നടാൻ പോകുന്നത്. പ്ലാന്റ് നടാനായിട്ട് നല്ല ഒരു സാമാന്യ വലിപ്പമുള്ള ബോട്ടിലെടുക്കണം. വാങ്ങിക്കുമ്പോൾ ഇതിന് ഹോളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു 4-5 ഹോളുണ്ട്. ഇതിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, പിന്നെ കുറച്ച് കരിയില, എല്ലാം ഈക്വലായിട്ട് എടുക്കണം.
ഞാനിവിടെ ഒരു ചട്ടിയിൽ നിറയ്ക്കാൻ പാകത്തിനുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മണ്ണ് എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ മണലിട്ട് കൊടുത്തു. അത്രയും തന്നെ ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ അല്പം കിച്ചൺ കമ്പോസ്റ്റ് വളം കുറച്ച് ചേർത്താൽ മതി, വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചകിരിച്ചോറിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ മണലില്ലാത്തവർക്ക് ഒഴുക്കുമണലുണ്ടല്ലോ, ഒഴുക്കുമണൽ ചേർത്താൽ മതി. അപ്പം മണൽ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയുടെ അടിയിലേക്ക് ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിക പൊട്ടിച്ചതോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിയില കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി പൊടിച്ചത് മതി. ഇത് നമുക്ക് ചട്ടിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ ഇട്ട് കൊടുത്താൽ മതി. അല്പം കരിയില അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പ്രോട്ടീൻ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തൈ നടാം. അല്പം മണ്ണ് അതിൻ്റെ മീതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് നനച്ചു കൊടുക്കാം. പ്ലാന്റ് നന്നായിട്ട് നനയാൻ പാത്രം നമുക്കൊന്ന് നനച്ചു കൊടുക്കണം. ആദ്യം നനയ്ക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കരുത്. ഒരുപാട് വെള്ളം കിടന്നാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.